മഴതോറും മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്തോ ആ കുട്ടിക്കൊരു സന്തോഷമുണ്ട്, എന്തായാലും അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ഇനി പോണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുക, നിനക്കെന്താ ഇപ്പോൾ അവിടെ അടുത്തൊരു സിമ്പതി തോന്നാൻ കാരണം? അതുപോലെ തന്നെ ശിവചേട്ടൻ എല്ലാവരും ഇപ്പോഴും അത് തന്നെ പറയുന്നേ, ഇവളാണെങ്കിൽ പാവമെന്നാ, എനിക്കല്ലേ അറിയാമല്ലോ യഥാർത്ഥ സ്വഭാവം. ആ വീട്ടിൽ നിന്ന് എന്നെ ശല്യം കരുതി ഞാൻ ഇങ്ങോട്ട് വന്നേ, ഇവിടെ എന്നെ കിടക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ടത് മനു പറയുക, എന്തായാലും അമ്മയ്ക്ക് വല്ല തോന്നിയില്ലേ ഇങ്ങനെ നല്ല കാര്യം പറയാൻ വേണ്ടി? എന്താ ആൻറ്റിക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നേ? എന്ത് നല്ല കുട്ടിയാ, പിന്നെ എന്തിനാ നിങ്ങളെല്ലാവരും കൂടെ വെറുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കത് നല്ല കുട്ടിയെന്ന് തോന്നും, എനിക്കത് അറിയാലോ കാര്യം. ഇനി എങ്കിൽ പറ നിൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ നിലവിളക്ക് എടുത്ത് ഇവിടെ വീടിനകത്ത് കയറ്റാൻ വേണ്ടി, അപ്പോഴത്തേക്കും പാവം എല്ലാം ആവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിന് എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മനുവിൻ്റെ അമ്മ പെട്ടെന്ന് പോയി കഥ കടയ്ക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന ശിവൻ പറയുക, എന്താ എന്താ ഇവിടെ ബഹളം? ഇവിടെയും തുടങ്ങിയോ ആ വീട്ടിലെ പോലെ ബഹളങ്ങൾ? അത് ഞാൻ പറയാൻ കാരണം ഉണ്ട്, മനുവിന് കല്യാണം ആലോചിച്ചതാ. എന്തായാലും നല്ല കുട്ടിയല്ലേ, നമുക്ക് ആലോചിക്കാം എന്ന് ശിവൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുക. ഇത് കേട്ടും വൈജയന്തി ഞെട്ടി നിൽക്കുക. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം അവരെ ആലോചിക്കാൻ വേണ്ടിയുള്ള മഹത്വം അവൾക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിനക്കിപ്പം മനസ്സിലാവില്ല, അത് ഇനി നിനക്ക് മനസ്സിലാവും കേട്ടോ വൈജയന്തി എന്ന് ശിവൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും മനു ചിരിച്ചുകൊണ്ടിരിക്കുക. മനു പറയുക, ഓരോ കാര്യത്തിനും എപ്പോഴും വഴക്കുണ്ടാക്കുന്നതല്ലേ ആൻറ്റി, ഇപ്പം മനസ്സിലായോ ഇവരെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യം കേട്ടാലും എന്ത് പറഞ്ഞെന്നാലും വഴക്ക് പറയുന്ന കൂട്ടത്തിലായിരുന്ന ബാലചന്ദ്രൻ വരെ ഇപ്പം മാറിയിരിക്കുക. ബാലചന്ദ്രന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വന്ന മുത്തശ്ശി പറയുക, എന്തായാലും വീട്ടിൽ ഇവിടെ അവൾ വന്നപ്പോഴത്തേക്കും എൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നേ, മോളായ നീ പോലും എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടും വൈജയന്തി പറയുക, അല്ലെങ്കിൽ അമ്മയ്ക്കും അവിടെ നിന്നപ്പോഴും അവളെടുത്താണല്ലോ ഇഷ്ടം, ഇവിടെ വന്നിട്ടും ഒരു കുറവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന രോഹിത് പറയുക, എന്തായാലും ഇനി അമ്മാമ്മ അങ്ങോട്ട് വരണം, എന്നാലേ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അമ്മാമ്മ പറയുക, എന്തായാലും എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി മോനെ, ഞാൻ അവിടെ നിന്നപ്പം തന്നെ. പക്ഷേ എനിക്ക് നിന്ന് മതിയായി, എന്നെ നിൻ്റെ അമ്മയല്ലേ ഇങ്ങോട്ട് കൊണ്ടാക്കിയത്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും വന്നില്ല, അതാ വരണമെങ്കിൽ തോന്നുമ്പം അലീനയെ കാണാൻ ഞാൻ വല്ലപ്പോഴും വരും. അപ്പോഴത്തേക്കും വൈജയന്തി പറയുക, അലീനയെ കാണാനാണോ നിങ്ങളവിടെ വരുന്നേ? ഞാൻ ആരാ, നിങ്ങളെ മോളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ അലീന മോളും എൻ്റെ മോളാ, അതുകൊണ്ടാണ് എനിക്ക് വരണമെന്ന് തോന്നുന്നേ. എല്ലാവർക്കും അലീന മതി, എന്ത് കൊണ്ടാണെന്നോ എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ പറയുക, എന്തായാലും അമ്മയ്ക്ക് വഴിയെ പെട്ടെന്ന് മനസ്സിലായിക്കോളും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് കയറി അകത്തേക്ക് പോവുക വൈജയന്തി. അങ്ങനെ രോഹിത് ബബിതയും കൂടെ നിന്ന് അലീനടുത്ത് പറയുക, എന്തായാലും എല്ലാവർക്കും പറയുക എന്തോ ഒരു കാര്യമുണ്ട് അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നതിൽ. അലീന ചേച്ചിക്ക് എന്ത് ബന്ധമോ ഞങ്ങളെ അമ്മയും അച്ഛനുമായിട്ടുള്ളത്, അതോ ഞങ്ങളെ ബന്ധുവോ എന്താണ്, ഞങ്ങൾക്കൊന്ന് അറിയണമെന്ന് പറയുക. ഇത് കേട്ടതും ബബിത പറയുക, എനിക്കറിയണ്ട, എൻ്റെ ചേച്ചി എന്നെയാ എന്ന് പറഞ്ഞിട്ട് പോവുക. അത് രോഹിത് അവിടെ നിൽക്കുക. എന്തായാലും ഞാൻ നിൻ്റെ സംശയം ഞാൻ തീർത്തു തരാം, എന്താ അറിയേണ്ടത്? അല്ല, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും രക്തബന്ധമുണ്ടോ അലീന ചേച്ചിക്ക് നമ്മളുമായിട്ട്? ഇത് കേട്ടതും ഞെട്ടി നിന്ന് പോയി അലീന. എന്നിട്ട് അലീന പറയുക, അത് നീ ആലോചിച്ച് ശരി തന്നെയാണ്, രക്തബന്ധമുണ്ട്, പക്ഷേ എന്താണ് നിൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് മോനും അറിയാതെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഞാനിവിടെ നിന്ന് പോകുന്ന നിമിഷം, അതുവരെയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സസ്പെൻസ് എന്ന് മാത്രം പറയുന്നുണ്ട്. ഇത് കേട്ടതും മനസ്സിലായി ഏതോ ഒരു വഴിക്ക് എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു രോഹിത്. ഇത് കേട്ടിട്ട് ഞെട്ടി നിന്നിട്ട് എന്തോ ആലോചിച്ച് നിന്ന് പോയിന്ന് കണ്ടിട്ട് ബബിത പറയുക, എന്താ നിങ്ങൾ സംസാരിച്ചേ, എന്താ പറഞ്ഞത്? ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന നിമിഷം മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുക. എന്തായാലും നമ്മൾ ഇത്ര ദിവസം നിന്നില്ലേ, നമുക്ക് തിരിച്ച് അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അച്ഛൻ വിളിച്ച് നമുക്ക് പോവാമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കൃഷ്ണയും എല്ലാവരും കൂടെ ഇറങ്ങുക വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എല്ലായിടത്തും യാത്ര പറയുന്ന സമയത്ത് അലീന പോയി വൈജയന്തി അടുത്ത് പറയുക പോവാന്ന്. നീ പോവാ, എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല, നീ പോവോ ഇവിടെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുക. നീ പോയിട്ടാണ് എനിക്ക് ആ വീട്ടിലോട്ട് വരാൻ, എന്നെ ഒന്ന് അറിയിക്കാൻ പറയണം ബാലചന്ദ്രൻ്റെ അടുത്ത് എന്ന് വൈജയന്തി പറയുക.
എന്തായാലും അറിയോ അമ്മേ എന്ന് പറഞ്ഞിട്ട്, നീ എന്നെ അമ്മയെന്ന് വിളിക്കേണ്ട, നിന്നെ ഏത് വഴിക്ക് അമ്മയാവുന്നേ? നീ അച്ഛന്ന് ബാലചന്ദ്രനെ വിളിച്ചില്ലേ, അത് മാത്രം കേട്ടാൽ മതി. എനിക്ക് എന്നെ വിളിക്കണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് വൈജയന്തി ദേഷ്യത്തോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും തിരിഞ്ഞു നോക്കി നടന്ന് പോകുന്നുണ്ട് അലീന. അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ബബിതയും രോഹിത്തുമായിട്ട് വീട്ടിലേക്ക് കൃഷ്ണയുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് രോഹിത്തിൻ്റെ അടുത്ത് പറയുക, കാറ് നിർത്തണം, എനിക്ക് ഇറങ്ങണം, ഞാൻ ഇനി ഞാൻ പോയാലേ ഈ വലിയ പ്രശ്നങ്ങൾ തീരുള്ളൂ. അങ്ങനെ ഈ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ പറയുക, ചേച്ചി പോവല്ലേ, ഞങ്ങൾ വീട്ടിൽ ഒരിടോ എന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും നിർബന്ധിച്ച് വീണ്ടും കാറിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയ നിമിഷം വീണ്ടും പറയുക, കൃഷ്ണ ബാലചന്ദ്രനടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളവിടെ പോയിട്ട് തിരിച്ചു വരണ വഴി വീട്ടിൽ നിന്ന് പോകുന്ന തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയാലേ എല്ലാം ശരിയാവുള്ളൂ. അതുകൊണ്ട് അലീന ചേച്ചി പോകുന്ന തന്നെയാണ് പറയുന്നത്, പോവും കേട്ടോ അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിഷമിച്ച് ബാലചന്ദ്രൻ നിപ്പുണ്ട്. ഈ നിപ്പ് കണ്ടിട്ട് രോഹിത്തിന് എന്തോ സംശയം തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അലീന പറഞ്ഞത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണമോളും ഭയങ്കര വിഷമത്തിൽ നിൽക്കുക. എന്തായാലും ഇനി അലീന ചേച്ചി ഇനി പോവുമല്ലോ എന്ന് ആലോചിച്ച് ഏത് നിമിഷവും എപ്പോഴും വേണമെങ്കിലും ആരും കാണാതെ വേണമെങ്കിലും പോകാൻ വേണ്ടി റെഡിയായിരിക്കുക തന്നെയാണ് അലീന. അത് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ പോയി പറയുക, മോള് പോവരുത്, അഥവാ പോയാൽ ഈ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും, പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് അലീനടുത്ത് സംസാരിച്ചിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് കൃഷ്ണ